ശതാബ്ദങ്ങളുടെ ചരിത്രമെടുത്താൽ ഇതാദ്യമായാണ് ഒരു മുതിർന്ന ബ്രിട്ടീഷ് രാജകുടുംബാംഗം അറസ്റ്റിലാകുന്നത്. മുൻ രാജകുമാരൻ ആൻഡ്രൂവിന്റെ ലൈംഗിക കഥകൾ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ അകത്തളങ്ങളിൽ പോലും പ്രകമ്പനം സൃഷ്ടിച്ചെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് രാജ്യരഹസ്യങ്ങൾ ചോർത്തിയതിന്റെ പേരിലാണ്. ഇനി എന്താണ് നടപടി? കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആൻഡ്രൂ മൗണ്ട് ബാറ്റന്റെ സ്വകാര്യ വസതിയായ സാൻഡ്രിംഗാം എസ്റ്റേറ്റിലേക്ക് വ്യാഴാഴ്ച പുലർച്ചെയാണ് പോലീസ് എത്തിയത്. എലിസബത്ത് രാജ്ഞിയുടെ രണ്ടാമത്തെ മകനാണ് ആൻഡ്രൂ. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെ തുടർന്ന് ആൻഡ്രൂവിനെതിരെ അന്വേഷണമുണ്ടാകുമെന്ന് ഈ മാസം ആദ്യം പോലീസ് അറിയിച്ചിരുന്നതാണ്. സാധാരണ വേഷത്തിൽ 6 കാറുകളിലായി എത്തിയ പോലീസ് ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു. 10 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം വൈകിട്ടോടെ വിട്ടയക്കുകയും ചെയ്തു. നോർഫോക്കിലെയും ബർക്ക്ഷയറിലെയും ആൻഡ്രൂവിന്റെ വസതികളിലും പോലീസ് വ്യാപക തിരച്ചിൽ നടത്തി. കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധമാണ് ആൻഡ്രൂവിന്റെ അറസ്റ്റിന് കാരണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. നേരത്തെ പുറത്തുവന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ ആൻഡ്രൂവിന്റെ നിരവധി ചിത്രങ്ങളും വിവരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ അറസ്റ്റ് ലൈംഗിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടല്ല. മിസ്കണ്ടക്ട് ഇൻ പബ്ലിക് ഓഫീസ് അഥവാ അധികാര പദവിയുടെ ദുരുപയോഗമാണ് ആൻഡ്രൂവിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ജീവപര്യന്തം തടവാണ് പരമാവധി ശിക്ഷ. ഔദ്യോഗിക പദവിയിലിരിക്കെ ആൻഡ്രൂ ജെഫ്രി എപ്സ്റ്റീന് രഹസ്യരേഖകൾ കൈമാറിയെന്ന കേസിലാണ് അറസ്റ്റെന്നാണ് റിപ്പോർട്ട്. എലിസബത്ത് രാജ്ഞിയുടെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു ആൻഡ്രൂ. തന്റെ 22-ാം വയസ്സിൽ റോയൽ നേവിയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി. 2001-ലാണ് ബ്രിട്ടന്റെ രാജ്യാന്തര വ്യാപാര രംഗത്ത് പ്രത്യേക പ്രതിനിധിയായി നിയമിതനായത്. എന്നാൽ എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ 2011-ൽ ഈ പദവി ആൻഡ്രൂവിന് നഷ്ടമായി. 17 വയസ്സുള്ളപ്പോൾ എപ്സ്റ്റീൻ എസ്റ്റേറ്റിൽ വെച്ച് ആൻഡ്രൂ തന്നെ പീഡിപ്പിച്ചതായി 2008-ൽ വെർജീനിയ ഗിഫ്രി എന്ന പെൺകുട്ടിയുടെ കേസ് വന്നതോടെയാണ് ആൻഡ്രൂവിന്റെ തനി സ്വഭാവം പുറത്താവുന്നത്. 3 തവണ ആൻഡ്രൂ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി വെർജീനിയ ആരോപിച്ചു. തന്നോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ജന്മാവകാശമാണെന്ന് ആൻഡ്രൂ വിശ്വസിച്ചിരുന്നതായി വെർജീനിയ അവരുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ വെർജീനിയ ഗിഫ്രിയെ താൻ കണ്ടിട്ട് പോലുമില്ല എന്നായിരുന്നു ആൻഡ്രൂവിന്റെ പ്രതികരണം. പക്ഷേ പിന്നീട് ഫോട്ടോസ് അടക്കം പുറത്തു വന്നതോടെ ആൻഡ്രൂവിന്റെ ഈ വാദങ്ങൾ പൊളിയുകയായിരുന്നു. 2019-ൽ എപ്സ്റ്റീനുമായുള്ള ബന്ധം പുറത്തു വന്നതോടെ ഔദ്യോഗിക ചുമതലകൾ ഒഴിയേണ്ടി വന്നു ആൻഡ്രൂവിന്. തൊട്ടടുത്ത വർഷം ഔദ്യോഗിക പദവികൾ നീക്കം ചെയ്തുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് തന്നെ നടപടിയായി. 2025 ഏപ്രിലിൽ വെർജീനിയ ഗിഫ്രി ജീവനൊടുക്കിയതിന് പിന്നാലെ അവരുടെ നോബഡീസ് ഗേൾ എന്ന പുസ്തകം പുറത്തിറങ്ങി. ഇതോടെ ആൻഡ്രൂവിന്റെ രാജകുമാരൻ പദവി നീക്കം ചെയ്ത ചാൾസ് രാജാവ് 20 കൊല്ലമായി ആൻഡ്രൂ താമസിച്ചിരുന്ന വിൻസർ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. 2022-ൽ തന്നെ ആൻഡ്രൂവിനെ രാജകുടുംബ റോളുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ടൈറ്റിലുകൾ എടുത്തു കളയുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇളയ സഹോദരന്റെ അറസ്റ്റ് സംബന്ധിച്ചും വളരെ വേഗത്തിൽ തന്നെയായിരുന്നു ചാൾസ് രാജാവിന്റെ പ്രതികരണം എത്തിയത്. ആശങ്കയുണ്ടെങ്കിലും അന്വേഷണവുമായി രാജകുടുംബം പൂർണ്ണമായും സഹകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു.